ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. ആളകത്തുണ്ട്. നമ്മൾ ഒന്നിച്ച് പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചായ ഇടാനാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ടൈം വേണം. ആണോ? പിന്നെ ഭയങ്കര സൂപ്പർ ഷൂസ്. ഇതിൽ മൂൺ വർക്ക് ചെയ്യാൻ പറ്റും. മൂൺ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാൻ ഞങ്ങൾ വീണ്ടും വരും. അങ്ങനെ പറഞ്ഞു നിർത്തുന്നു പറഞ്ഞു. അത് പറഞ്ഞല്ലോ. അതൊന്നുകൂടെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞേ? അപ്പൊ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ ഹായ്. അപ്പോൾ ലൈഫ് ഓഫ് ജോൺ ആൻഡ് തന്നെയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല ബർത്ത്ഡേ, ശരിക്കും 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഷൂട്ട് കാരണം ഞങ്ങൾ രണ്ടുപേർക്കും വർക്കുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ നൈറ്റ് വേണമെങ്കിൽ ഒന്നിച്ച് ഒരു ചെറിയ കേക്ക് കട്ടിങ് എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, 3-4 പേര് കൂടുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരും കൂടി ഇല്ലാതെ എങ്ങനെയാണ് ഒന്ന് ആഘോഷിക്കുക? വലിയ ആഘോഷമൊന്നുമല്ല, ഒരു കേക്ക് കട്ടിങ്, ഒരു ടീ, അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ബർത്ത്ഡേയുടെ കാര്യം, ഈ ആഘോഷം ഒന്നും പുള്ളീനെ അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓരോരുത്തർ വരും, വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരാൾ താഴെ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, കുക്കുവാണ് വരുന്നത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹായ്, കുക്കു എത്തി. ആളകത്തുണ്ട്. നമ്മൾ ഒന്നിച്ച് പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒന്നിച്ചൊരു ഷോപ്പിംഗ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ചെറിയൊരു ഈ സമയത്ത് ഷോപ്പിംഗ് ആയതുകൊണ്ടേ എങ്ങാനും വല്ല പ്രസൻറ്റ് വല്ലതും മേടിക്കാനാണോ, അപ്പോൾ ഞാനും വരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് അവിടെ. അപ്പം നോക്കാം. അപ്പോൾ വാ, അകത്തേക്ക് വാ. അവിടെ പുത്രനും ഉണ്ട്. വാ, നമുക്ക് അകത്തേക്ക് കയറാം. റെഡിയല്ലേ? പുറത്തു പോകണ്ടേ? വീഡിയോ, നമ്മൾ ഇന്ന് പോകുന്ന ഒരു വീഡിയോ. അപ്പം വെയിറ്റ് ചെയ്യേ. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, രണ്ടുപേരും റെഡിയല്ലേ? രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ശേ, മാച്ചിങ് ആയിപ്പോയി. ആ, അവന്റെ പാൻറ്റും മാച്ചിങ് ആണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ഓക്കെ? അപ്പോൾ കുക്കു മസാല ടീ അപ്പോൾ ഇരുന്നു. ഓക്കെ. അപ്പോൾ ചായ ഇടാനാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ടൈം വേണം. അടുത്ത ആളും കൂടെ വരാനുണ്ട്, മുരളി. അപ്പോൾ മുരളി വരാനുള്ളൊരു വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അവൻ എത്തിയാൽ മാത്രമാണ് കേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നൈസായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. പുള്ളി അവിടെ ചീട്ടുകളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഫ്രീ ടൈമിൽ പുള്ളി എപ്പോഴും മോനുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചീട്ടുകളിയല്ല, മാജിക്കാണ് കേട്ടോ. മാജിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കൂടെ എടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. പൊട്ട മാജിക് ഞങ്ങളുടെ. അപ്പൊ ചായ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. വീഡിയോ. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ മുരളിയുടെ മോന് വരാൻ പറ്റിയില്ല, ഞങ്ങളുടെ തനവിന് വരാൻ പറ്റിയില്ല. അവിടെ ഒരുത്തൻ കരച്ചിലായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. യെസ്, ഞങ്ങളുടെ ഒരു ഡ്രസ് കോഡായിരുന്നു ഗ്രീനും ബ്ലൂവും കേട്ടോ. പക്ഷെ എന്റെ ബ്ലൂ മാത്രം മാറിപ്പോയി. എന്റെ ബ്ലൂ എവിടെ? ഞാനൊന്നും ഇടിയിച്ചില്ലല്ലോ, നിങ്ങൾ എടുത്തിടുവല്ലേ ഇതേ. ഞാൻ അവിടെ ഇട്ട് വെച്ചല്ലോ. അഭിനയിച്ചത് അല്ല, കണ്ടു, ഓൾറെഡി ആളുകൾ കണ്ടോ. കുറച്ച് മേക്കപ്പേ ധൃതിയിലിട്ടപ്പോ കൂടിപ്പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്ത് ചെയ്യാനാ. ഇച്ചാന് പിടിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മുരളി വരുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്തായാലും. പക്ഷെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ 3 പേരെ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും പിടിച്ചില്ല. ഇത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. സംശയം തോന്നാൻ കാരണം ഇവൻ രാവിലെ ആയപ്പോ നമ്മൾ ഈ മാജിക് തനുവിനെ കാണിക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം കാണിക്കും, ഞാൻ വരുന്നില്ലല്ലോ.
അപ്പോഴാണ് ഇവന്റെ എക്സൈറ്റ്മെന്റ് ഇവനൊരു 10,000 പ്രാവശ്യം വിളിച്ചോണ്ട് പോകും. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ, അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. അപ്പയ്ക്ക് അറിയാമോ, അപ്പൊ എന്നോട് തനുവിന്റെ കാര്യം ചോദിച്ചു. ഏത് ഇവൻ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പ ചോദിച്ചത്. പക്ഷെ പാവം തനവന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. അല്ല ഈ വ്ലോഗ് നീ എടുത്തത് തന്നെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. മുരളി, കുക്കു, ജോഹാൻ, ഇച്ചായൻ, തനവുണ്ട്, പിന്നെ ഞാനും. പിന്നെ 1-2 ഫ്രണ്ട്സ് മിസ്സിംഗ് ആണ്. 1-2 അല്ല, കുറച്ച് പേര് മിസ്സിംഗ് ആണ്. അവരൊക്കെ പലയിടത്താണ്. അവരെയൊക്കെ പിന്നെ ഒരു ദിവസം പിന്നെ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ മുരളി? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡിയർ. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എന്റേതല്ല, ഞാനാണെങ്കിലും നീ ആണെങ്കിലും ജോഹാൻ ആണെങ്കിലും നമ്മളെല്ലാ ബർത്ത്ഡേ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു കക്ഷിയാണ്. ശരിക്കും ഞങ്ങൾ ഓർത്തില്ലേലും ഇതിനെ ഒരു 2 മാസം മുന്നേ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ്, ശരിക്കും ഞങ്ങൾ സാന്റാക്ലോസ് ആണ്. ശരിക്കും അതങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ എത്ര വർഷങ്ങളായി നമ്മൾ ആരും ബർത്ത്ഡേക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ ഇദ്ദേഹം കാരണമാണ് ഈ ഗെറ്റ് ടുഗദറും എല്ലാം. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ ശരിക്കും. അതെ, ഞാൻ ഫോൺ ഇത് കാണിക്കാനാണ്. അടിപൊളിയല്ലേ? അതെ അതെ. കുക്കുവിന്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആണ് കേട്ടോ. അതെ അതെ, ആളുടെ ഫേവറേറ്റ് കളറാണ്. പിന്നെ ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനെ എപ്പോഴും നമ്മൾ പോയിട്ട് പെട്ടെന്ന് അങ്ങ് എടുക്കുന്ന ഒരു ഷെയ്ഡ് അല്ല അത്. പോയാണ് എടുത്തേ. ഞങ്ങള് നവംബറാ. കുഴപ്പമില്ല, കുക്കുവിന്റെ ബർത്ത്ഡേ 11-ാം തീയതിയാണ്. ഞാൻ ഓർപ്പിച്ചിരിക്കുന്നു. നവംബർ 11. മറവിയുള്ളവർക്കൊക്കെ ഇതൊരു ഓർമ്മയായിക്കോട്ടെ, മറവിയുള്ളവർക്കൊക്കെ. ഓക്കെ ഓക്കെ. ഞങ്ങള് സാറിന് ആൾക്ക് 9 ആണ് ശരിക്കും പാകാവണേ. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം തോന്നി കണ്ടപ്പോ. ഇത് 10 ആണ്. UK സൈസ് 10 അങ്ങനെയായിരിക്കും. പക്ഷെ ഇത് 7 ഡേയ്സിനകത്ത് മാറ്റാൻ കംഫർട്ടബിൾ ആണോ? പിന്നെ ഭയങ്കര സൂപ്പർ ഷൂസ്. ഇതിൽ മൂൺ വർക്ക് ചെയ്യാൻ പറ്റും. മൂൺ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഇത് കണ്ട വഴി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. എപ്പോഴും അതെ, കുക്കുവിന്റെ കണ്ണുടക്കുന്നിടത്ത് എനിക്ക് കൊടുക്കും. അടിപൊളിയല്ലേ? നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി. ഞാനും പിന്നെ താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ഇവളുടെ ബർത്ത്ഡേക്ക് പറ്റിയ അബദ്ധം ഇത്തവണ പറ്റാൻ പാടില്ല. ഇത് ഊതിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോർജ്. അത് പറയാൻ പറ്റൂല. അതെ മുരളി. Happy birthday. Thank you. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലുത് വാങ്ങിക്കാനോ, എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ മതിയെന്ന് വിചാരിച്ചു. നമ്മുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേ കേക്കാണ്. നല്ല കേക്ക്, ഹോം മെയ്ഡ് ആണ്. അടിപൊളി കേക്കാണ്. സൂപ്പർ കേക്ക്. ഞങ്ങളെല്ലാം മിക്കവാറും സെലിബ്രേഷൻ അത് തന്നെയാണ്. കഴിഞ്ഞ മാത്രം നമ്മൾ ഇടയ്ക്ക് മാറ്റാറുണ്ട്. ഇടയ്ക്ക് മാത്യൂസും അവിടെ വീക്കെൻഡ്. അപ്പം ഇതാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ പറ്റുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ, അത്രയേ ഉള്ളൂ. കാരണം ഇന്നത്തെ ദിവസം എന്തെങ്കിലും സ്പെഷ്യലാക്കാൻ വേണ്ടി മാത്രം. ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ആളുടെ ബർത്ത്ഡേ ഒരു സ്പെഷ്യലാവും. പിന്നെ ഞങ്ങൾക്കൊന്ന് കൂടാൻ പറ്റും. പിന്നെ
ഇത്തവണത്തെ വീഡിയോ എടുത്തേക്ക് ഞാനാണ് കേട്ടോ. അതിന്റെ ഇത് പോരായ്മകളൊക്കെ ഹോസ്റ്റ് ഉണ്ടെന്ന് ചെയ്യുന്നതും നീയാണ്. ഞാനാണ്. എല്ലാം. അതുകൊണ്ട് അതിനകത്ത് കുളമാവണതെല്ലാം ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കുളമായെന്ന് പറഞ്ഞേക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, ആള് സാറിന് വീഡിയോ എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇടണോണ്ടും ഞാൻ എടുത്തുകൊണ്ട് അതിനകത്ത് തലയും പാലും ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയണത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ ഈ വീഡിയോ, ഈ വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ധന്യടുത്ത് പറയായിരുന്നു, ധന്യ ഞാനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഞാനാണ് ഓരോ പോസ്റ്റ് ഇടുന്നത്, ഓരോ വീഡിയോസ് ഇടുന്നത്. ഇനി ധന്യ നിന്റെ കുക്കിംഗ് വീഡിയോ, നിൻ്റെതായിട്ടൊരു വ്ളോഗിങ് നീ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. പെട്ടെന്ന് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലരും എനിക്ക് നേരത്തെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു മടിച്ചായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുകയായിരുന്നു. ഇനി വീണ്ടും ഞാൻ വിചാരിച്ചു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങണം. അപ്പം നിങ്ങൾ വീണ്ടും എന്നെ കാണുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും മിക്കവാറും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാൻ ഞങ്ങൾ വീണ്ടും വരും. അങ്ങനെ പറഞ്ഞു നിർത്തും ഒന്ന് പറഞ്ഞു. അത് പറഞ്ഞല്ലോ. അതൊന്നുകൂടെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞേ? അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ അപ്പൊ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടാനായിട്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ. അതിന്റെ ഇടയിൽ തുമ്മി